ഹലോ അസ്സാം വലൈക്കും ഹബീബീസ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ അത്താടെ വീട്ടിലാണ് കേട്ടോ. കുറേ നാളുകളിൽ വിചാരിക്കായിരുന്നു പോകണമെന്ന്, പക്ഷെ നടന്നില്ല. വേഗം തീരുമാനം എടുത്ത് വേഗം നോടി. പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു. പ്ലാനിങ് ഒന്നും എൻ്റെ രീതിയിൽ നടന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പ്ലാനിങ് ആണ് എടുത്തിട്ട് നടക്കാതെ വന്നിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അത്താടെ വീട്ടിൽ പോയപ്പോൾ അത്ത പറഞ്ഞിട്ടല്ലായിരുന്നു പോയത്, സർപ്രൈസ് ആയിട്ടായിരുന്നു പോയത്. അത്താക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് അത്ത പറഞ്ഞിട്ട് വന്നോടായിരുന്നോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാതെ വീട്ടിലേക്ക് പിന്നെ പോകത്തില്ല. കാരണം അവിടെ അത്രയ്ക്ക് അത്ത കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. ചീനി, മാങ്ങ, കരിയേപ്പില, ഞാറപ്പഴം, ഉണ്ടമുളക്, അങ്ങനെ പല പല കേട്ടോ. അവിടെ നിന്ന് എന്തായാലും ഉമ്മച്ചി അത്രയും സാധനങ്ങളും കൊണ്ടിട്ടാണ് വീട്ടിൽ പോയത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം അവിടുത്തെ ഓർമ്മകളെന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരുന്നു. ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് സെറ്റിലായത്. ആൻഡ് അങ്ങനെ കുറേ ഓർമ്മകൾ തന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. അവിടെ പോയി കഴിഞ്ഞാൽ പഴയ ഓർമ്മകളെക്കുറിച്ച് പറയാനല്ലാതെ ഒരു സമയം കാണില്ല. അത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിയിൽ ഇണങ്ങി പോകുന്നൊരു സ്വഭാവം കേട്ടോ. അത്താക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പോയതിൽ. കൊച്ചുമക്കൾ എന്ന് വെച്ചാൽ അത്താക്ക് ഭയങ്കര ജീവനാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.